മലയോര ഹൈവേ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി പാതയോരത്തുള്ള മരങ്ങൾ മുറിച്ചു നീക്കൽ 70% പൂർത്തിയായി. വൈദ്യുതി തൂൺ, കുടിവെള്ള പൈപ്പ് എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥല സൗകര്യം ഒരുക്കുന്നതിനായാണ് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു നീക്കുന്നത്. വിവിധ ഇനത്തിലുള്ള ആകെ 999 മരങ്ങളാണ് ആദ്യ റീച്ചിൽ നിന്നും മുറിച്ച് ഒഴിവാക്കുന്നത്. നിലവിൽ കോട്ടോപ്പാടം ഭാഗത്തായാണ് പ്രവർത്തികൾ നടക്കുന്നത്. അതേസമയം വൈദ്യുതി തൂണുകൾ മാറ്റി തുടങ്ങാത്തത് പ്രവൃത്തിയെ ബാധിക്കുന്നുമുണ്ട്. വൈദ്യുതി തൂണുകൾ മാറ്റുന്നതിന് KSEBയും കുടിവെള്ള പൈപ്പുകൾ മാറ്റുന്നതിന് പഞ്ചായത്തുകളും സമർപ്പിച്ച എസ്റ്റിമേറ്റ് കിഫ്ബിക്ക് സമർപ്പിച്ചതായി KRFB അധികൃതർ അറിയിച്ചു. ഇക്കാര്യത്തിൽ ഉടൻ നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കോട്ടോപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലായി മഴവെള്ളച്ചാൽ പ്രവൃത്തികളും നടന്നുവരുന്നുണ്ട്. കോട്ടോപ്പാടം ഭാഗത്തു നിന്നാണ് ഉപരിതല പ്രവൃത്തികൾ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ നിന്നും അലനല്ലൂർ ഭാഗത്തേക്ക് 5 കിലോമീറ്റർ ദൂരത്തിൽ ടാർ ചെയ്യുന്നതിനുള്ള മുന്നൊരുക്കങ്ങളും നടക്കുന്നുണ്ട്. നേരത്തെയുണ്ടായിരുന്ന ഉപരിതലം പൊളിച്ച് GSB മിശ്രിതമിട്ട് റോഡിന്റെ രൂപഘടനയൊരുക്കുകയാണ് ചെയ്യുന്നത്. വിവിധ ഭാഗങ്ങളിലായി കലുങ്കുകളും നിർമ്മിക്കുന്നുണ്ട്. മലയോര മേഖലകളെ പ്രധാന പാതയുമായി ബന്ധിപ്പിച്ചുള്ള മലയോര ഹൈവേയുടെ ആദ്യ റീച്ചിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മാസങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചത്. മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരംപാറ മുതൽ കുമരമ്പത്തൂർ ചുങ്കം വരെ 18.1 കിലോമീറ്റർ പാതയാണ് മലയോര ഹൈവേയായി വികസിപ്പിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടപ്രകാരം ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ആദ്യ റീച്ചിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. 91.4 കോടി രൂപയാണ് ചിലവ്. 2 വർഷമാണ് കരാർ കാലാവധി. 12 കിലോമീറ്റർ വീതിയിൽ മഴവെള്ളച്ചാലോടുകൂടിയാണ് റോഡ് നിർമ്മിക്കുക. ഇതിൽ 9 മീറ്റർ വീതിയിലാണ് റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്തുക. വടക്കാഞ്ചേരി തങ്കം ജംഗ്ഷനിൽ അവസാനിക്കുന്ന മലയോര ഹൈവേ 5 റീച്ചുകളിലായിട്ടാണ് ജില്ലയിൽ പൂർത്തീകരിക്കുക. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.